ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടിട്ടുള്ള ഒരു കല്യാണമാണ് ഒഡീഷയിലെ വെറൈറ്റി കല്യാണം. ഇതാ കണ്ടോ, കൈ കൂട്ടിക്കെട്ടുകയാണ്, രണ്ടുപേരെയും കെട്ടിയിട്ട്. ഇനി കല്യാണത്തിലെ എല്ലാ ചടങ്ങുകളും ഈ കെട്ടിക്കൊണ്ടാണ്. ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു കല്യാണം വ്രതമൊക്കെ എടുത്തിട്ടുള്ള ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനും ഈ ഒഡീഷയിൽ ഈ 18 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ ഈ ഒരുപാട് ചിട്ടകളും എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുതന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഇത്രയും ചടങ്ങും ഇവരുടെ ആചാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവരോടൊത്ത് ജീവിക്കാൻ ഇന്ന് എനിക്ക് പറ്റുന്നുണ്ടല്ലോ. അതിമനോഹര വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടോളൂ. അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ചെക്കനെ ഇനി ഇറക്കുന്ന ചടങ്ങാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കാറ് വിട്ട് കഴിഞ്ഞു. ചെക്കനെ അവിടെ ഒരു പലകേൻ്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. കാലും കഴുകിയിട്ട് പലകേൻ്റെ പുറത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകണം. നിലത്ത് കാല് വെക്കരുതെന്നാണ്. അത് ചെയ്തിട്ട് ഇതാ ചെക്കനെ എടുത്തോണ്ട് പോവുകയാണ്. കാലും കഴുകി പുതിയ ചെരുപ്പ് ഇടിപ്പിച്ച് ചെക്കനെ എടുത്തോണ്ട് പോയിട്ട്, അപ്പോൾ അത് പെണ്ണിൻ്റെ ആങ്ങളെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വന്ന കൂട്ടരെല്ലാം വന്നപാട് ഐസ്ക്രീം കഴിക്കുകയാണ്. കാരണം നമ്മൾ ആകെ ക്ഷീണിച്ച് ഡാൻസ് എല്ലാം കളിച്ച് എല്ലാവരും ടയർഡായിരിക്കുകയാണല്ലോ. അപ്പോൾ വന്നപാട് ഓരോ ഐസ്ക്രീം കഴിക്കുക, ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ച് കൂൾ ഡ്രിങ്ക്സ് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ പെണ്ണിനെ ഇറക്കിയിട്ടില്ല, പെണ്ണ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാനും ലിപ്പിയും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സാരി ഇങ്ങനെ മറച്ച് പിടിക്കുന്നത് കേട്ടോ. നമ്മളെ മരുമക്കൾ അങ്ങനെ തലയിൽ കൂടി ഇടണം. അവരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തലയിലിടും, അല്ലാത്ത സമയത്ത് ഇങ്ങനെ തോളത്തിട്ടാൽ മതി. അപ്പോൾ പെണ്ണിനെ കൊണ്ടുവന്നില്ല. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറേ പേര് ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയില്ല. വന്ന ആ ക്ഷീണത്തിൽ കുറച്ചൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നമ്മളവിടെയെല്ലാം ഒന്ന് ചുറ്റും നോക്കിയിട്ട്, അപ്പോൾ അതവിടെ പെണ്ണിനെ കണ്ടോ. അപ്പോൾ ഇത് ചെക്കൻ്റെ പെങ്ങളും പെങ്ങളെ ഹസ്ബൻഡും കുട്ടിയൊക്കെ കൂടി ഫോട്ടോ എടുക്കണം. പെണ്ണിൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ അച്ഛനാണ്, ചേട്ടൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അച്ഛൻ്റെ അനിയൻ, പെങ്ങളെ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യ. ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തോ. ഞാൻ എടുത്തിട്ടുണ്ട് ഫോട്ടോ, പക്ഷേ എൻ്റെ ക്യാമറയിൽ പെട്ടിട്ടില്ല തോന്നുന്നു. കുറേ പേര് ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഗുപ്ചുപ്പ് കഴിക്കാൻ പോവുകയാണ്. ഗുപ്ചുപ്പ് എന്ന് പറഞ്ഞാൽ പാനിപൂരി, ഇവിടെ ഗുപ്ചുപ്പ് എന്നാണ് പറയുക. ഗുപ്ചുപ്പ് ഒഡിയയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടനും ഇത് അച്ഛൻ്റെ പെങ്ങളും അച്ഛൻ്റെ അനിയനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ലിപ്പിയൊക്കെ കൂടിയിട്ട് ഗുപ്ചുപ്പ് കഴിക്കുകയാണ്, പാനിപൂരി. ഇവിടെ നോർത്തിലെ കല്യാണങ്ങൾക്കെല്ലാം ഗുപ്ചുപ്പ് ഐസ്ക്രീമൊക്കെ ഒരു ഐറ്റമായിട്ട് അവർ കൊടുക്കും കേട്ടോ. അതൊക്കെ ഇവർക്കൊരു സന്തോഷം. കുട്ടികൾക്കെല്ലാം ഐസ്ക്രീമൊക്കെ കഴിക്കുക, ഫ്രീ ആയിട്ട് എത്ര വേണേലും കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാനും ചേട്ടനും ഇതവിടെ ഗുപ്ചുപ്പ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെങ്ങളുട്ടീൻ്റെ ഹസ്ബൻഡാണ്. അപ്പം നമ്മളൊന്ന് വീഡിയോയിൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏട്ടനും അനിയനും വർത്താനം പറയുന്നുണ്ട്. എൻ്റെ ഇളയ അനിയനാണിത് കേട്ടോ. ഇവിടുത്തെ നോർത്തിലെ എല്ലാ കല്യാണങ്ങൾക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു റൈസ് തരും. പിന്നെ മെയിനാണ് മീൻ. ഇതാ എനിക്കൊരു മീൻ പീസ് ഇട്ടിരുന്നുണ്ടോ, മീൻ ഇങ്ങനെ വരട്ടിയത് പീസ്, പിന്നെ ചിക്കൻ, മീൻ, പിന്നെ വെജിറ്റബിളിൻ്റെ 2-3 ഐറ്റം, പരിപ്പ് കറി, അങ്ങനെ എല്ലാം ഉണ്ട്, പനീർ, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ കഴിക്കാം. പിന്നെ പായസവും ഉണ്ട്. അപ്പോൾ എല്ലാം നോൺ വെജ് സദ്യ പോലെയാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഫുഡുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ ഇവിടെ ചെക്കനെ കൊണ്ടുവന്ന പാട് ചെക്കൻ്റെ പൂജയും കാര്യങ്ങളും ചെയ്യാണ്. ഈ പൂണൂല് പോലെയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ വലിയൊരു ഹോമമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചെക്കനെ മാത്രം എടുത്തിട്ട് ചെക്കൻ്റെ ആൾക്കാർ വരുമ്പോൾ അവരെ കൂടി 2 പൂജാരിമാരുണ്ടാവും, പെണ്ണിൻ്റെ അവിടെയും കൂടെ ഉണ്ടാവും. അപ്പോൾ പെൺകുട്ടി അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിനെയും ചെക്കനെയൊക്കെ കുറച്ച് ആ ചെക്കൻ്റെ പൂജ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്, കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ ചെക്കനെയും പെണ്ണിനെയും ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെൺകുട്ടി, 2 പേരും ജോഡിയല്ലേ. ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ്. 21 വയസ്സേ ഉള്ളൂ പെൺകുട്ടിക്ക്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമ്മളെ ഫാമിലിയിലേക്ക് വരികയല്ലേ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവർ 2 പേരും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഈ മാല ഇട്ടിരിക്കുന്നത് ആ ചെക്കൻ്റെ നേരത്തെ സ്വീകരിച്ചില്ല, കാല് കഴിയിട്ട് അപ്പം ഇട്ട് കൊടുത്ത മാലയാണ്. ഇത് കണ്ടോ, ഒരു ശ്രദ്ധയിൽപ്പെട്ട ചെക്കൻ്റെ തലയിൽ തൊപ്പിയിൽ കണ്ടോ പൈസയൊക്കെ ഇങ്ങനെ കോർത്തിട്ട്, അതൊക്കെ ഇവിടുത്തെ ഒരു ഇതാണ്. നമ്മളവിടെയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇനി പെണ്ണിനെയും ചെക്കനെയും നിർത്തിയിട്ട് ഒരു ചെറിയൊരിതുണ്ട്. അപ്പോൾ അതവിടെ നടത്തുകയാണ്. ഇനി ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തണം.
അതിനു മുമ്പ് ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാ ഈ പെട്ടിയിൽ പെണ്ണിനിടേണ്ട നെക്ലേസ്, നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഗ്രാമം മുഴുവൻ കൊണ്ട് നടന്നില്ലേ മന്ത്രകോടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മണ്ഡപം പോലെ ആക്കിയിട്ടുണ്ട്. അവിടെ ഇരുത്തിയിട്ടാണ് ഈ കല്യാണവും ഹോമവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ക്യാമറാമാൻമാരൊക്കെ നേരെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് വീഡിയോ കാസറ്റ് എടുക്കണമല്ലോ, അപ്പോൾ അവർ നേരെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അവരടുത്തായിട്ട് തന്നെ ഞാനും ഉണ്ട്. എനിക്ക് നേരെ ഫ്രണ്ടിലിരിക്കാൻ പറ്റിയില്ല, അവിടെ പ്ലേസ് ഇല്ല, സ്ഥലമില്ല. കുറച്ച് സൈഡായിട്ടാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ലാതെ കാണുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു മുരുടേൻ്റെ പുറത്ത് തേങ്ങ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെക്കൻ്റെ കൈ വെച്ചിട്ട് അവിടെ ഒരു പൂജയും കാര്യങ്ങളും ചെയ്യുകയാണ്. ചെക്കൻ്റെ ഒരു കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇനി വീണ്ടും പെണ്ണിൻ്റെ അച്ഛനാണ് കൂടിയിരിക്കുന്നത് കേട്ടോ. പെണ്ണിൻ്റെ കൈ ചെക്കൻ്റെ കൈയിൻ്റെ പുറത്ത് വെച്ചിട്ട് രണ്ട് കൈയും കൂടി കൂട്ടിക്കെട്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവരുടെ ഈ വെറൈറ്റി കല്യാണം തന്നെയാണ്. ശംഖു ഊതിയത്, അതിൻ്റെ ഇടയിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പൂജാരിമാർ. അപ്പോൾ ഇത് ഇവിടെ ഒരു പൂജാരി ഇവരെ കൈ കെട്ടുകയാണ്. കൈ കെട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബലിയിടാനൊക്കെ ഉപയോഗിക്കുന്നില്ല ഗർഭപ്പുല്ലില്ലേ, ആ നീളത്തിലുള്ള ആ പുല്ല് വെച്ചിട്ടാണ് കൈ കെട്ടുന്നത് രണ്ടുപേരുടെയും. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്, കെട്ടിയിട്ടില്ല. ഇപ്പം പുല്ലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. കെട്ടുന്ന സീന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് കുറേ ഇങ്ങനെ രണ്ടുപേരുടെയും കൈ ചേർത്ത് വെച്ചിട്ട് ഒരു ഗർഭപ്പുല്ല് പെണ്ണിൻ്റെ അച്ഛൻ പിടിക്കും, ഒരു ഗർഭപ്പുല്ല് പെണ്ണിൻ്റെ അച്ഛനും ചെക്കൻ്റെ അച്ഛനും പിടിച്ചിട്ടുണ്ട്. അത് ആ ഗർഭപ്പുല്ല് ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതെന്തല്ലോ കുറേ മന്ത്രമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഈ രണ്ട് അച്ഛന്മാർ കൊടുക്കുന്ന പുല്ലും കൂട്ടി കെട്ടി അങ്ങ് വെക്കും. രണ്ട് കൈയും കൂടി കുറേ നേരത്തേക്ക് കെട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ ശംഖിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ശംഖ് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഓരോ മന്ത്രങ്ങൾ ഇതിൻ്റെ ഒപ്പം ചൊല്ലുന്നുണ്ട്. ഇത് കണ്ടോ, കെട്ടുന്നത് രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ്. ഇനി ഈ കെട്ടഴിക്കണമെങ്കിൽ പെണ്ണിൻ്റെ അനുജത്തി വന്ന് കെട്ടഴിക്കണമെങ്കിൽ പൈസയൊക്കെ കൊടുത്താലേ കെട്ടഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ മുണ്ടില്ലേ വെള്ള മുണ്ട് പെണ്ണിനെയും ചെക്കനെയും കൂട്ടി അവരുടെ പെണ്ണിൻ്റെ സാരി തുമ്പും ചെക്കൻ്റെ ഷോളിൻ്റെ തുമ്പും കൂടി കൂട്ടിക്കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കല്യാണം. നല്ല രസമാണ്. നോർത്തിലെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുള്ളവർ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ കണ്ടവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കല്യാണം. മന്ത്രങ്ങൾ ഈ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പൊട്ടാത്ത കെട്ടായിരിക്കും. കാരണം 7 ജന്മങ്ങളിൽ ഇവർ ഭാര്യ ഭർത്താവായിരിക്കേണ്ട മന്ത്രങ്ങൾ ഈ സമയം അവർ ചൊല്ലുന്നുണ്ടത്രേ. അത്രയ്ക്ക് വ്രതത്തോടെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെക്കനും പെണ്ണും, ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇന്നത്തെ ദിവസം ഫുൾ വ്രതമായിരിക്കും. അതൊരു വലിയ പ്രത്യേകതയല്ലേ? നമ്മളെവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവർ അച്ഛനും അമ്മയും, ഇവർ 4 പേര്, ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും, ഇവർ ഭക്ഷണമില്ല, വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഈ കല്യാണത്തിൻ്റെ ഈ ഒരു ചടങ്ങ് കഴിയുന്നത് വരെ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. അതുവരെ കൂൾ ഡ്രിങ്ക്സ്, വെള്ളം മാത്രം. ജ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കും. പെണ്ണും ഭക്ഷണം കഴിച്ചില്ല, ചെക്കനും കഴിച്ചിട്ടില്ല, അവരുടെ അച്ഛനും അമ്മമാരും കഴിച്ചില്ല. അപ്പോൾ അവരത്രയും പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിച്ച് അവരുടെ ഒന്നിച്ച് ഭാര്യ ഭർത്താവായി ജീവിക്കണം എന്നുള്ളതിൻ്റെ പ്രാർത്ഥനയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു കല്യാണം, വ്രതമൊക്കെ എടുത്തിട്ടുള്ള ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനും ഈ ഒഡീഷയിൽ 18 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ ഈ ഒരുപാട് ചിട്ടകളും എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുതന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഇത്രയും ചടങ്ങും ഇവരുടെ ആചാരങ്ങളൊക്കെ ഇനിയിപ്പോൾ കെട്ടയക്കാൻ സമയമായി. അപ്പോൾ കെട്ടയക്കുന്നത് പെണ്ണിൻ്റെ
അനുജത്തി കുട്ടിയാണ്. അപ്പോൾ അത് അഴിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അത് അഴിക്കണമെങ്കിൽ ആദ്യം പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ ചെക്കൻ്റെ ആൾക്കാർ സ്വർണ്ണത്തിൻ്റെ മോതിരം ഇട്ട് കൊടുക്കണം, എന്നാലേ അയച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അയക്കുന്നതിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അത് കൊടുത്താലേ അയക്കുള്ളൂ, ഇല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൈസയാണ് അച്ഛൻ കൊടുത്തത്. സ്വർണ്ണത്തിൻ്റെ മോതിരമൊക്കെ ഇപ്പോൾ റേറ്റ് അല്ലേ, അപ്പോൾ ഇതാ പൈസ കൊടുക്കുന്നു. 1000 രൂപ ആദ്യം കൊടുത്തു. അത് പറ്റില്ല എന്ന് പറയും. അതങ്ങനെ നോക്കുക, അത് അവരുടെ ചടങ്ങാണ്, അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവർ ചോദിച്ച് വാങ്ങണം പൈസ എന്നാണ്. ഇത് പറ്റില്ല, ഞാൻ അയക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും അവിടെ ഉള്ളവരെല്ലാം പറയും അത് പോരാ കൊടുക്കണമെന്ന്. അപ്പോൾ കാരണവന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവില്ല, അവർ പറയും കൂടുതൽ കൊടുക്കണമെന്ന്. അങ്ങനെ വീണ്ടും ആദ്യം 1500 രൂപ കൊടുത്തു, എന്നിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും 500 രൂപ കൊടുത്തു. അങ്ങനെ 2000 രൂപ കൊടുത്തപ്പോഴാണ് പെണ്ണ് അഴിച്ചു കൊടുത്തത് കെട്ട്. അതൊക്കെ അവരുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അതിൽ നാണോ അല്ലെങ്കിൽ കളിയോ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അവരുടെ ഒരു ചടങ്ങാണ്. ഇപ്പോൾ അത് പൈസയാണ് ഇവർ കൊടുത്തത്, പക്ഷെ മോതിരം ഇട്ട് കൊടുക്കണം എന്നാണ്. സ്വർണ്ണത്തിൻ്റെ ഒരു മോതിരം ഇട്ട് കൊടുക്കുമ്പോഴാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഇത് കെട്ടയച്ചു കൊടുക്കുന്നത്. അത് അവരുടെ ഒരു ചടങ്ങാണ്. അപ്പോൾ അതെല്ലാം അയച്ചു കൊടുത്തിട്ട് പൈസ അവിടെ വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനും ഇതെല്ലാം കല്യാണ കാസ്റ്റിൽ ഇതെല്ലാം ഇടുമല്ലോ. അപ്പോൾ അത് അവർ പറയുക ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് ആ പൈസ കൈയിൻ്റെ പുറത്ത് വെച്ചിട്ട് അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതൊരു ചടങ്ങാണ്. ഇതും ഒരു പ്രത്യേകതയാണ്. ഇത് നോർത്തിലെ എല്ലാ കല്യാണങ്ങൾക്കും ഇതുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കല്യാണത്തെക്കുറിച്ചാണ്. ഇതേപോലെയുള്ള എല്ലാ ചടങ്ങുകളും ഒക്കെ ആയിട്ട് തന്നെ എൻ്റെ വിവാഹം ഇവിടെ ഒഡീഷയിൽ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. രണ്ടിടത്തുണ്ടായിരുന്നു. കേരളത്തിൽ നമ്മൾ അമ്പലത്തിൽ താലികെട്ടും അവിടെയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് അവിടുത്തെ രീതിയിൽ അവിടെയും ഉണ്ടായിരുന്നു. ഇവിടെ ഒഡീഷയിൽ ഇവിടുത്തെ രീതിയിൽ ഇവിടെയും ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള എല്ലാ ചടങ്ങുകളും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതാ പെണ്ണ് കെട്ടഴിക്കുകയാണ്. അവർ കെട്ടിക്കൊടുത്ത കെട്ട് ഇതഴിക്കുകയാണ്. പൈസ കൊടുത്തപ്പോൾ കെട്ടഴിക്കുകയാണ്. ഇനി കെട്ടഴിച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്ക് താലിയല്ലല്ലോ കെട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയാണ് ഓരോ ചടങ്ങുകൾ. ഇതിപ്പോൾ മന്ത്രങ്ങൾ ചൊല്ലൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കെട്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി ഓരോ കാര്യങ്ങളും നിങ്ങൾ കണ്ടോളൂ കേട്ടോ, എന്തെല്ലാം കാര്യങ്ങൾ. ഇനി ഇതിപ്പോൾ കല്യാണം കഴിയുന്നവർ ഈ കെട്ടിയിരിക്കുന്ന കണ്ടോ, അത് കെട്ട് വിടാൻ പാടില്ല. അതേപോലെ തന്നെ കൊണ്ട് ഇപ്പുറത്തേക്ക് വരുന്നത് അതുപോലെ ഇങ്ങനെ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഇനി പൂജാരിമാർ ഓരോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഓരോ ചടങ്ങുകൾ, ഓരോ ഹോമം, അവിടെ വലിയൊരു ഹോമം അവിടെ നടക്കും. തലയിൽ അതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിനിവിടെ മുക്കുട്ടം എന്നാണ് പറയുന്നത്. നമ്മളവിടെ ഇല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവം. തലയിൽ ഇങ്ങനെ 2 പേർക്കും കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കെട്ടിയിട്ട് ഓരോ കർമ്മങ്ങളും ഓരോ പൂജയും ഓരോ പ്രാർത്ഥനയും എന്തെല്ലാം മണിക്കൂറുകൾ ഇവർ ഈ ഹോമത്തിൻ്റെ മുന്നിലിരിക്കണം. അതും വിശന്നിട്ടാണെന്ന് ഓർക്കണം. അപ്പോൾ അവർ പ്രാർത്ഥനയോടെയാണ് അവരിയ്ക്കുന്നത്. ഇനിയിപ്പോൾ പെണ്ണിനെ അവിടെ ഇങ്ങനെ പെണ്ണിൻ്റെ കൈ കൊണ്ട് ഹോമത്തിന് കണ്ടോ, ഇവിടെ മാവിൻ്റെ കമ്പൊക്കെ ഇവിടെ വെച്ചിട്ട് ഹോമം ഇവിടെ നടക്കണം. ഹോമം നടന്നുകൊണ്ട് ഇവരുടെ കല്യാണത്തിൻ്റെ മന്ത്രങ്ങൾ കല്യാണം നടക്കുമ്പോൾ ഇവിടെ ഹോമം, ഒരു പൂജാരി ഇവിടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും, ഒരു പൂജാരി ഇവിടെ ഹോമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹോമകുണ്ടത്തിൻ്റെ ഇരുന്നിട്ടാണ് ഇവിടെ കല്യാണം എന്ന മംഗളകർമ്മം ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളവിടുത്തെ പോലെ ചെറിയ ഈസി കാര്യങ്ങളൊന്നുമില്ല. സിന്ദൂരം അണിയിക്കുകയാണേ. ഒരു പ്രാവശ്യം ഇങ്ങനെ തൊടാൻ പാടുള്ളൂ. അത് കോയിന് വെച്ചിട്ട് ഇങ്ങനെ ഇടും, തൊട്ട് കൊടുക്കും. അത് മായ്ക്കാൻ പാടില്ല, ഊതരുത്, ഒന്നും ചെയ്യരുത്. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ തൊടാൻ പാടുള്ളൂ. അതങ്ങനെ തൊട്ട് കൊടുത്തിട്ട് പിന്നെ ചന്ദനവും തൊട്ട് കൊടുക്കുകയാണ്. ഇത് ഇപ്പോൾ ചന്ദനമാണ് തൊട്ടത്. അപ്പോൾ കുങ്കുമം തൊടിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആ കോയിന് വെച്ചിട്ട് തൊട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാവരും പറയുകയാണ്, കോയിനിൽ കുറച്ചധികം തൊട്ടിട്ട് ഇങ്ങനെ തൊട്ട് വലിച്ചു കൊടുക്കണം. ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ പാടില്ല കുങ്കുമം, കോയിനിലാണ് ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കൈ അവിടെ വെച്ചിട്ട് ഇവരൊന്ന് കാണിക്കാൻ പറയുന്നതാണ്, വീഡിയോ കിട്ടാനും ഇതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ കല്യാണത്തിൻ്റെ ഈ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് ഇതിലൊന്ന് ഉൾപ്പെടുത്താം കേട്ടോ. ഇത് എൻ്റെ ഫോട്ടോയാണ് ഒഡീഷയിലെ കല്യാണത്തിൻ്റെ. അപ്പോൾ നമ്മൾ സിന്ദൂരം തൊടിക്കലാണ് നമുക്ക് ഏറ്റവും മെയിൻ. താലി കെട്ടുന്ന പോലെ എന്ന് ഫ്രെയിം ചെയ്ത് വെക്കുന്നൊരു ഫോട്ടോയാണിത്. അപ്പോൾ സിന്ദൂരം തൊടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കുപ്പിവള, ശംഖ, ചുവപ്പ് ശംഖ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അത് പൊട്ടാൻ പാടില്ല, പതുക്കെ ഇട്ട് കൊടുക്കണം. ഓരോന്ന് പതുക്കെ 4 എണ്ണം ഇടണം. ഇപ്പുറത്തെ കയ്യിൽ 2, ഇപ്പുറത്തെ കയ്യിൽ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് വലിയ വള തന്നെ വാങ്ങും, കാരണം പൊട്ടാൻ പാടില്ലല്ലോ. ചെറുതെങ്ങാനും ആയിക്കഴിഞ്ഞ് പൊട്ടിപ്പോയാൽ അവരുടെ താലിമാല ഇപ്പോൾ കെട്ടുമ്പോൾ താലി ഊരിപ്പോവുക അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ താലിക്ക് മെയിനാണ് ഈ കുപ്പിവള ഇട്ട് കൊടുക്കുന്നതും ശംഖ,
ചുവപ്പ് വളയിട്ട് കൊടുക്കുന്നതും സിന്ദൂരം തൊടിക്കുന്നതും. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ജീവിതകാലം മുഴുവൻ ഭർത്താവ് മരിക്കുമ്പോഴാണ് ആ കുപ്പിവള പൊട്ടിച്ച് കളയുക. പൊട്ടിച്ചിട്ട് സിന്ദൂരം മായ്ച്ച് കളയും. അത്രയ്ക്ക് മെയിനാണ് കുപ്പിവള. അപ്പം നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞു. ഇനി എന്താന്ന് പറഞ്ഞാൽ ഇവർ ഹോമം കെടുത്തണം. എന്നിട്ട് ഹോമത്തിൽ ആ കരിയില്ലേ, ഹോമം കത്തിച്ച് ആ കരി നെറ്റിയിൽ രണ്ടുപേരും ഇടും, തൊടും ചന്ദനം പോലെ. എന്നിട്ട് ആ ഹോമത്തിൽ തേങ്ങ കത്തിച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയുടെ കരിഞ്ഞ തേങ്ങയുടെ ഓരോ കഷ്ണം കൊടുക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ. ഇനിയത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ചെക്കനും പെണ്ണിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാല അണിയിക്കുക. ബാക്കി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അതാ ചെക്കനെയും പെണ്ണിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ കെട്ടവിടെ ഉണ്ട്. അത് അഴിക്കുന്നത് നമ്മളെ വീട്ടിൽ വന്നിട്ടാണ്. അത് ഒരു ചടങ്ങ് തന്നെയാണ്. അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം അതെപ്പോഴാണ് അഴിക്കുന്നതെന്ന്. അപ്പോൾ അതാ ചെക്കനും പെണ്ണിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെക്കനൊരു പഞ്ചപാവായതുകൊണ്ടൊന്നും അറിയുന്നില്ല. അപ്പോൾ ആദ്യം അവനാണ് ഇടാനൊക്കെ പോയത്. പിന്നെ അല്ല പെൺകുട്ടിയാണ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതാ കണ്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇടാനൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. കണ്ടില്ലേ, അപ്പോഴും ശംഖു ഊതലും കുരവിടലും ഒക്കെ ആയിരുന്നു. അത് ലാസ്റ്റ് ഭാഗമാണ്. ഇനി ഒരു ചെറിയൊരു ചടങ്ങും കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി പെണ്ണിൻ്റെ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പോഴാണ്. സ്വന്തം ഫാമിലിയിലുള്ളവർ ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ പെണ്ണിൻ്റെ അമ്മ ചെക്കന് സ്വർണത്തിൻ്റെ മാല അണിഞ്ഞു കൊടുക്കുകയാണ്. അതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്, ചെക്കന് സ്വർണത്തിൻ്റെ മാല കൊടുക്കണം എന്നുള്ളത്. എന്നിട്ട് ഇനി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും പെണ്ണിനും ചെക്കനും കൊടുക്കണം ഗിഫ്റ്റ്. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അവരുടെ അടുത്ത കുടുംബക്കാർ, ഇപ്പോൾ അച്ഛൻ്റെ ചേട്ടന്മാർ, അനിയന്മാർ, അച്ഛൻ്റെ പെണ്ണന്മാർ, അങ്ങനെ അവരുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് കൊടുക്കുന്നത് ഇവിടെയാണ്. അത് അവിടെ ഒരു മുറൊക്കെ വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അരിയും പൂവും ഒക്കെ ഇതിങ്ങനെ ചെക്കനും പെണ്ണിനെ ആശീർവാദം ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആശീർവദിച്ചിട്ട് ദീപം കൊണ്ട് ഇങ്ങനെ ഒഴിയണം. അപ്പോൾ ആദ്യം അമ്മ ചെയ്തു. ഇനി ഓരോരുത്തർ ചെയ്യാണ്. കുറേ പേര് ചെയ്തു, അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചതാണ്. ഇനിയത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ അച്ഛനും ചെക്കൻ്റെ അച്ഛനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തിട്ട് അവർ പൂജാരി ഇങ്ങനെ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ഇനി മുതൽ നമ്മൾ ഒറ്റ ഫാമിലിയാണ്, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈകോർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർ എന്നും നമ്മളൊരു കുടുംബമായല്ലോ രണ്ടുപേരും. എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒക്കെ ജീവിക്കണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് അവർ രണ്ടുപേരെയും ഒരു കുടുംബമാക്കുകയാണ്. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തട്ട് കൈമാറിയിട്ട് എന്നിട്ട് രണ്ട് അച്ഛന്മാരും ചേർന്ന്, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അച്ഛന്മാർ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം തൊടിയിക്കുകയാണ്. കണ്ടോ, അതൊക്കെ ഒരു ബന്ധത്തിൻ്റെ ദൃഢതയാണ്. ബന്ധമൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇവിടുത്തെ കല്യാണങ്ങളും ഇവിടുത്തെ ബന്ധങ്ങൾക്കൊക്കെ ഭയങ്കര വില കൊടുക്കുന്ന ഒരു ഇതാണ് ഒഡീഷ. ഇനിയിപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ടോ, എന്താല്ലേ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാത്ത കാലമല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തൊരു മനസ്സിലൊരു സന്തോഷമല്ലേ. കാരണം എന്നും അവരൊത്തൊരുമയോടെ, ഞാൻ പറഞ്ഞില്ലേ, മന്ത്രങ്ങളുടെയൊക്കെ ശക്തിയായിരിക്കാം ചിലപ്പോൾ. ഇനിയിപ്പോൾ അഗ്നി കെടുത്തുകയാണ്. ഇനി ചെറിയൊരു ചടങ്ങും കൂടി കഴിഞ്ഞാൽ കല്യാണത്തിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി അഗ്നിയൊക്കെ കെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് ഈ വെച്ചിട്ടുണ്ടല്ലോ ഇളനീരൊക്കെ, അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അരിയിട്ടിട്ട് ലാസ്റ്റത്തെ ഒരു ചെറിയ മന്ത്രങ്ങൾ അതും ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ മന്ത്രങ്ങളുടെയൊക്കെ ശക്തി എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരുടെ ഇത്രയും പ്രാർത്ഥനയും ശക്തിയും ഈ ബന്ധങ്ങളുടെ വിലയും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 7 ജന്മങ്ങൾ ഒന്നിച്ച് ഭാര്യ ഭർത്താവായി ജീവിക്കണം എന്നുള്ളതിൻ്റെ പ്രാർത്ഥനയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു കല്യാണം വ്രതമൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനും ഈ ഒഡീഷയിൽ ഈ 18 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ ഈ ഒരുപാട് ചിട്ടകളും എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുതന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഇത്രയും ചടങ്ങും ഇവരുടെ ആചാരങ്ങളൊക്കെ
ഒക്കെ ഉൾക്കൊണ്ട് അവരോടൊത്ത് ജീവിക്കാൻ ഇന്നും എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഈ 18 വർഷമായിട്ടും പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ മന്ത്രങ്ങളുടെയൊക്കെ ശക്തി ആയിരിക്കാം എന്നെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ അവസരത്തിലൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇതാ ഇനി ചെക്കനും പെണ്ണിനും നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇനി അവർക്ക് ആദ്യം തന്നെ പെണ്ണിൻ്റെ ആൾക്കാരെല്ലാവരും കൂടി പോയിട്ട് പെണ്ണിനും ചെക്കനും ഫുഡ് കൊടുക്കുകയാണ്. രാവിലെ തൊട്ട് വ്രതമല്ലതാ പയ്യനാകെ തളർന്ന് വെള്ളം കുടിക്കുന്ന കണ്ടോ പാവം. ഇത്രയും നേരം മണിക്കൂറുകളോളം ഹോമത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നില്ലേ. അപ്പോൾ ഇനി അവർക്ക് 2 പേർക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് കൂൾ ഡ്രിങ്ക്സും ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് ശാന്തരാക്കിയിട്ട് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. ഫോട്ടോസും എടുത്തിട്ട് ഇപ്പോൾ രാത്രി ഏകദേശം 10 മണിയാകാനായിട്ടുണ്ട് സമയം. ഇനി ഞങ്ങൾ തിരിച്ചു പോകണം. എല്ലാവരും നേരത്തെ പോയി, നമ്മൾ 2 വണ്ടി ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പെണ്ണിനെ യാത്ര അയക്കുന്നൊരു സീനുണ്ട്. ഹൃദയം നുറുങ്ങിപ്പോവും. ആ കാഴ്ച നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.